ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരി സ്വാഗതം ചെയ്യുന്നു. അപ്പം ഞാനും ഒരു ബോൺസായി ചെടി നട്ടുപിടിപ്പിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നട്ട് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ കൂടെ തന്നെ അടിപൊളിയായിട്ടുള്ള ബോൺസായി ചെടികളും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമ്മുടെ പ്രകൃതിയിലുള്ള വൻ വൃക്ഷത്തെ ഒരു പരന്ന പോട്ടിലാക്കിയിട്ട് ഒരു കുള്ളം വൃക്ഷമാക്കുന്നതാണ് നമ്മുടെ ബോൺസായിട്ടോ. ബോൺസായി ചെടിയുടെ ഇലകൾക്കല്ല കൂടുതൽ ഭംഗി അതിൻ്റെ അടിവശത്ത് കാണുന്ന നമ്മുടെ ഒരു വേരും ഇതൊക്കെയാണ്. നമുക്കറിയാം നമ്മുടെ അഡീനിയം പ്ലാന്റ്സിൻ്റെ കോഡക്സ് ഒക്കെ പോലെ തന്നെ ഈ ഒരു പ്ലാന്റ്സൊക്കെ ഈ ഒരു ബോൺസായി ഇങ്ങനെ ആക്കിയെടുക്കണമെങ്കിൽ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കേട്ടോ ഇതിങ്ങനെ ആയി വരുന്നത്. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു ചെടിയൊക്കെ ഇങ്ങനെ ആകുന്നത്. ഇത് ഫൈക്കസ് വിഭാഗത്തിലുള്ള ചെടിയാണ്. അപ്പോൾ ഈ ഒരു ചെടിയെ ഇതുപോലെ ആക്കിയെടുക്കണമെങ്കിൽ ഒരുപാട് കാലം, അതായത് 65 വർഷം, 45 വർഷം, 35 വർഷം, 25 വർഷം, 75 വർഷം, ഈ അത്രയും വർഷത്തിലുള്ള ബോൺസായി ചെടികളൊക്കെ പല സ്ഥലത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടി നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. ഓരോ ഈ ചെടിയും ഇതുപോലെ ആക്കിയെടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാക്കണമെങ്കിൽ ഒരുപാട് കാലത്ത്, അതായത് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 10 വർഷങ്ങളായിട്ടുണ്ടാവും ഈ ഒരു ഫൈക്കസ്, ഈ ഒരു ബോൺസായി ചെടി കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു നഴ്സറിയിൽ നിന്ന് ഇപ്പോൾ കാണിക്കാൻ ഞാൻ നഴ്സറിയിൽ നിന്ന് എടുത്തൊരു വീഡിയോ ആണ്, ഇലാ ഗാർഡനിൽ നിന്ന്. അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ചാനലിട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് കാണണം. അപ്പോൾ ഇത് ഇങ്ങനെ ആക്കിയെടുക്കണമെങ്കിൽ നമുക്കറിയാം നമുക്ക് ഇതിന് ക്ഷമയാണ് വേണ്ടിയത് കേട്ടോ. ഈ ബോൺസായി ചെടി ഉണ്ടാക്കുമ്പോൾ നല്ല ക്ഷമ വേണം. കാരണം നമുക്ക് ഒരുപാട് കാത്തിരിപ്പും വേണം. ഒരുപാട് വർഷം കഴിഞ്ഞാൽ ഇങ്ങനെ ഏകദേശം ഒരു 4-5 വർഷമായാലും ഒരു ബോൺസായിൻ്റെ രൂപം തന്നെ വരുള്ളൂ. ഒരു ബോൺസായി ആയി വരുന്നത് ഒരു 4 വർഷം അല്ല 5 വർഷം ആകണം. അപ്പോൾ അത്രത്തോളം അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് പ്രയത്നിച്ചിട്ടാണ് ഇങ്ങനെ ആക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബോൺസായി ചെടികൾക്കൊക്കെ നല്ല റേറ്റുമാണ് കേട്ടോ. അതായത് 50,000-ൻ്റെ, 1,00,000-ൻ്റെ, അത് തന്നെ 10,00,000-ൻ്റെ, 50,00,000-ന് അങ്ങനെയുള്ള ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ കാണിക്കുന്നത് 6,000 രൂപേൻ്റെ ഒരു ബോൺസായി ചെടികളാണ് കേട്ടോ. ഒരുപാട് നമുക്കറിയാം വൻ വൃക്ഷമാകുന്നത് നമ്മുടെ ആൽമരോ, അതുപോലെ തന്നെ പേരമരോ, അതുപോലെ തന്നെ പുളി, അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് വലിയ വൃക്ഷങ്ങളെയാണ് നമ്മൾ ഇങ്ങനെ ഒരു കുഞ്ഞ് പോട്ടിലാക്കിയിട്ട് നമ്മുടെ മുറ്റത്ത് ഒരു കുഞ്ഞ് കുള്ളൻ ചെടിയായിട്ട് നമ്മൾ വളർത്തുന്നത് കേട്ടോ. അതിന് ഒരുപാട് നമുക്ക് ഏതൊക്കെ ലോറോ പെറ്റാലോ അങ്ങനെയുള്ള ചെടികളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. വലിയ മരമാകുന്ന എല്ലാ മരങ്ങളും നമുക്ക് കുഞ്ഞ് പോട്ടിലേക്ക് ആക്കാം. അതിൽ പ്ലാവൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. അങ്ങനെയുള്ള ചെടികളൊക്കെ ആക്കിയെടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഇലേനെക്കാട്ടും ഭംഗി അവിടെ കാണുന്ന കണ്ടില്ലേ. നമുക്കറിയാം അഡീനിയ പ്ലാന്റ്സിൻ്റെ കോഡക്സ് കാണുമ്പോൾ നല്ല ഭംഗിയല്ല, അതുപോലാണ് കേട്ടോ ഈ ഒരു ചെടി. അപ്പോൾ ഇതിന് വെളിച്ചം കിട്ടുന്ന ഏരിയയിലാണ് ഈ ഒരു ചെടി വെക്കേണ്ടത്. അതുകൊണ്ട് ഇൻഡോറിൽ വെക്കേണ്ട ചെടിയല്ല. അധികവും നമ്മൾ ഇതിനെ ഔട്ട്ഡോറിലാണ് വെക്കുന്നത്. നല്ല വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെച്ചാൽ മാത്രമേ ഇത് ദിവസവും നനച്ചും കൊടുക്കണം. എപ്പോഴും വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എങ്കിലും മാസത്തിൽ ഒരിക്കൽ നമുക്ക് NPK പോലെയുള്ള ഫെർട്ടിലൈസർ ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമുക്ക് ചാണകപ്പൊടിയൊക്കെ അല്ലെങ്കിൽ ഇതൊക്കെ വേപ്പിൻ പിണ്ണാക്കൊക്കെ കലക്കി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കണ്ടില്ലേ, ഈ ഒരു രൂപത്തിലാക്കി എടുക്കണമെങ്കിൽ കുറേ ശ്രമിച്ചിട്ടുണ്ടാവും, കുറേ എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു ഇതിലാക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ബോൺസായി ചെടിക്ക് ഇത്ര ഡിമാൻഡും ഇത്ര റേറ്റും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്കും ഇങ്ങനെയൊക്കെ ആക്കിയെടുക്കുക. പക്ഷേ നമ്മൾ കുറേ കാലം നമ്മൾ കാത്തിരിക്കണം. ഇതിപ്പോൾ അപ്പുറമായിട്ട് 2 എണ്ണം വെച്ചതാണ് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർ വാങ്ങിപ്പോകും കേട്ടോ. കാരണം ഇതൊക്കെ നല്ല കുറച്ച് റേറ്റുള്ള ചെടിയാണെങ്കിലും നമ്മുടെ വീട്ടിലൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് ആരും ഒന്ന് നോക്കി പോകും കേട്ടോ. അത്രക്കും ഭംഗിയാണ്. അതുകൂടാതെ ഫൈക്കസ് പ്ലാന്റ്സിന് ഒരു പ്രത്യേകത, അത് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഫൈക്കസ്. ഈ ഒരു പ്ലാന്റാണ് കൂടുതലായിട്ട് നമ്മൾ ഇങ്ങനെ ആക്കിയ പുളി അടുക്കോ, അതുതന്നെ ആൽമരം, നമ്മൾ വലിയ ചെടിയാവുന്ന ആൽമരമൊക്കെ അല്ലേ, അതൊക്കെ നമുക്ക് ഈ ഒരു രൂപത്തിലാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ബോൺസായി ചെടി ഏതോ ഒരു ഫ്ലവർ ഷോക്ക് പോയ സമയത്ത് അവിടെ ഇങ്ങനെ പല ഷേപ്പിലുള്ള ബോൺസായി ഞങ്ങൾ കോഴിക്കോടല്ല, ഞങ്ങൾ നാട്ടുകാരനെ തന്നെ ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു ഇതിന് വെച്ചിരുന്നു. അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എനിക്ക് തോന്നുന്നു കൊച്ചിൻ ഫ്ലവർ ഷോയിലാണെന്ന് തോന്നുന്നു ഞാൻ ചെയ്ത വീഡിയോയിൽ അതിൽ ബോൺസായാണ് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത്. അപ്പോൾ നല്ല നല്ല ബോൺസായി ചെടികൾ അതിലുണ്ടായിരുന്നു. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഭംഗി തോന്നി. അടിയിലൊരു കൂജ നിൽക്കും പോലെ അല്ലേ, ഒരു നല്ലൊരു ഇത് നിൽക്കും പോലെയൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ എനിക്ക് തോന്നി ഒരു ചെടി ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 9 മാസത്തോളമായി ഞാനൊരു ആൽമരം എൻ്റെ മതിലിൻ്റെ മുകളിൽ കാണുന്നു കേട്ടോ, കല്ലിൻ്റെ മുകളിൽ കാണുന്നത്. അപ്പോൾ കുറേ ആയി ഞാൻ വിചാരിക്കുന്നു ഇതിനൊന്ന് ബോൺസായി രൂപത്തിലാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ ഇന്ന് നട്ടിട്ടുണ്ടെങ്കിൽ നാളത്തേക്കൊന്നും ബോൺസായി ആവില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഏകദേശം 2-3 വർഷം കഴിഞ്ഞാൽ തന്നെ ഏകദേശം ആകുള്ളൂ. അതിന് വേണ്ടി ഞാൻ ചെറിയൊരു ഇതാണ് എടുത്തത് കേട്ടോ.
ചെറിയൊരു നമ്മളെ ഒരു വെള്ള കണ്ടെയ്നർ എടുത്തിട്ട് അതിന് നന്നാക്കിയൊന്ന് ഒരു അവിടെ പൊട്ടിച്ച് കൊടുത്തിട്ട് ഓൾസ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ മണൽ ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തത് എടുത്തിട്ട് നിറച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണോ, ഇതിപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ കുറച്ച് ഒരാഴ്ച തണലത്ത് വെച്ചിട്ട് പിന്നെ നല്ല വെളിച്ചം കിട്ടുന്ന ഏരിയയിലേക്ക് വെച്ചിട്ട് നമ്മൾ പിന്നെ ഇതിന് വെള്ളം കൊടുക്കുക, അതുപോലെ തന്നെ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം ഇതിനെക്കാട്ടി കുറച്ച് വലുപ്പമുള്ള ഒരു പരന്ന പോട്ടിലേക്ക് തന്നെ മാറ്റി കൊടുക്കുക. കാരണം എന്നിട്ട് അടിവശത്തു നിന്ന് വരുന്ന വേരൊക്കെ എക്സ്ട്രാ വരുന്ന വേരൊക്കെ നമ്മൾ വെട്ടിക്കൊടുക്കുക. ചെടി നന്നായിട്ട് വളരുകയാണെങ്കിൽ ചെടിയെ നന്നായിട്ട് നമ്മൾ പ്രൂണിങ് ചെയ്ത് നിലനിർത്തുക. നമ്മളെങ്ങനെ ഇതിൽ തന്നെ വളരാൻ വേണ്ടിയിട്ട് അധികം പൊക്കം വെക്കാത്ത രീതിയിൽ നമ്മൾ വളർത്തിയെടുക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ബോൺസായി ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനൊന്ന് ശ്രമിച്ച് നോക്കുകയാണ്. അതുപോലെ വേറെ ഏതെങ്കിലും പുളിമരം കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് വെക്കണമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ പുളിയൊക്കെ തിന്നിട്ട് അതിൻ്റെ കുരു ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പുളിൻ്റെ തൈ കിട്ടും. അപ്പോൾ അത് നട്ടു കൊടുക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നട്ടു കൊടുക്കുന്നത് നമ്മുടെ ആൽമരാണ്. ഞങ്ങളുടെ നാട്ടിൽ ഫസ്റ്റ് സ്റ്റോപ്പിൽ തന്നെ വലിയൊരു ആൽമരം ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയും വലിയ ഒരു ആൽമരത്തെ നമ്മളെ വീട്ടിനുള്ളിൽ ഒരു കുഞ്ഞു ചെടിയാക്കി എടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇതൊന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വലിയ മരങ്ങളെ നമുക്കും ഇവർ നഴ്സറിക്കാർ പല ആൾക്കാർ നഴ്സറിക്കാരെന്നല്ല പല വീട്ടിലും ഇങ്ങനത്തെ ചെടികളൊക്കെ വിൽപ്പനക്കൊക്കെ ഉണ്ട്. അതുപോലെ നമുക്കാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് കെയറിങ് ഒന്നുമില്ല. പക്ഷേ ഇതിൻ്റെ താഴെ വരുന്ന വേരൊക്കെ നമ്മൾ എക്സ്ട്രാ വരുന്ന വേര് വെട്ടി കൊടുക്കുക. അതുപോലെ തന്നെ ഇതിനെ പ്രൂണിങ് ചെയ്ത് കൊടുക്കുക. ദിവസം വെള്ളം ഒഴിച്ച് കൊടുക്കുക. മാസത്തിലൊന്ന് ഫെർട്ടിലൈസർ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കും ആക്കിയെടുക്കാം. അപ്പം ഞാനിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ ഒക്കെ ഉള്ളിലേക്കാണ് വെക്കാൻ പോണത്. ഒരാഴ്ചത്തോളം തണലിൽ നിന്നിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് ഇങ്ങനെ ഓരോ സമയത്ത് ഞാൻ കാണിച്ചു തരുന്നത്. അതിന് ഈ ബോൺസായി ചെടി വളരുന്ന എന്താ പറയുക, നമ്മളെ കാലം കഴിഞ്ഞാലൊക്കെ ആയിരിക്കും ചിലപ്പോൾ എപ്പോഴാണെന്ന് അറിയാൻ പറ്റില്ല ബോൺസായി ആയി വരിക. എന്തായാലും വേരൊക്കെ ഉള്ളത് കൊണ്ട് പിടിക്കുമെന്നാണ് തോന്നുന്നത്. എന്തായാലും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമുക്ക് ഈ ബോൺസായി ഒന്ന് ഇത്രയും റേറ്റ് കൊണ്ട് കൊടുത്തിട്ട് സാധാരണക്കാർക്ക് ബോൺസായി ചെടി വാങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ ഒരു ശ്രമമാണ്. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തന്നതാണ്. അപ്പോൾ ബോൺസായി പല മരം കൊണ്ട് നമുക്ക് ബോൺസായി ഉണ്ടാക്കാം കേട്ടോ. വലിയ വൃക്ഷമാണ്. നമ്മളെ വീട്ടിലിങ്ങനെ നമ്മുടെ ചട്ടിനുള്ളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഉള്ള ചെറിയ വലിയ മരങ്ങളെ ചെറിയ തൈകളുണ്ടെങ്കിൽ ഇതുപോലെ നട്ടു നോക്കൂ. അപ്പോൾ നമുക്കും പ്രയത്നിച്ചാൽ ഒരു ബോൺസായി ആക്കിയെടുക്കാൻ പറ്റും. നല്ല ക്ഷമയോടെ കാത്തിരുന്ന് നല്ല എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ള അറിയില്ല. എനിക്ക് തോന്നുന്നത് എന്തായാലും പിടിക്കുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ നട്ടു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്തായാലും അറിയിക്കണം കേട്ടോ.